നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളിൽ ആരുടെ കുഞ്ഞാണ് ഇതെന്ന് രണ്ടുപേർക്കും സംശയമുള്ള സ്ഥിതിക്ക് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണല്ലോ. വിഷമിക്കണ്ട, ഞാൻ തെളിയിച്ചു തരാം. പക്ഷേ ഒരിത്തിരി സമയം എനിക്ക് വേണം. എന്ത് തെളിയിക്കാൻ? ആരും ഒന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം ഇത് എന്റെ കുഞ്ഞാണെന്ന്. മുത്തശ്ശി ധൈര്യമായിട്ട് തെളിയിക്കേ. എനിക്ക് ഉറപ്പുണ്ട് ഇത് എന്റെ കുഞ്ഞാണെന്ന്. എന്താടി, എന്തുറപ്പാ നിനക്കുള്ളത്? എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു. അതിനപ്പുറം ഒരു ഉറപ്പിന്റെ ആവശ്യം എനിക്കില്ല. വേണ്ടി വരും. അവന് നീ പറഞ്ഞ പലതും തെളിയിക്കാൻ ഇനിയും ഉറപ്പുകളുടെ ആവശ്യം വേണ്ടി വരും. അത് തെളിയിക്കാതെ ഇനി എനിക്ക് ഉറക്കില്ല. മുത്തശ്ശി, ഞാൻ നീയായാലും കൊള്ളാം, അവളായാലും കൊള്ളാം. എനിക്കൊരു ഇത്തിരി മനസ്സമാധാനം തരണം. വയസ്സായ കാലത്ത് മനസ്സമാധാനത്തോടെ ജീവിച്ച് ഞാനൊന്ന് കണ്ണടച്ചോട്ടെ. അതിനുള്ള കരുണ എന്നോട് കാണിക്കണം. ഫോറൻസിക് പരിശോധന കഴിഞ്ഞ് തിരിച്ചു വന്ന ലാപ്ടോപ്പാണ്. ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഷാനുവിന്റെയും സെബാന്റെയും മരണം കൊലപാതകമാണ്. വിശദമായൊരു അന്വേഷണത്തിന് ശേഷം എത്രയും പെട്ടെന്ന് പ്രതിയിലേക്ക് നമുക്ക് റീച്ച് ചെയ്യണം. തന്നെ ഈ കേസ് തുടർന്നേൽപ്പിക്കണമെന്ന് DGP എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ വിശ്വാസമാണെന്ന്. തന്റെ റിലേറ്റീവ്സിന് കണക്ഷനുള്ള ഈ കേസ് തനിക്ക് സത്യസന്ധമായി അന്വേഷിക്കാൻ കഴിയുമോ എന്നാണ് DGPയുടെ സംശയം. താനങ്ങനെ ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരാളല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്റെ ഒറ്റ ഒരാളുടെ ഉറപ്പിലാണ് ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ തന്നെ ഏൽപ്പിക്കുന്നത്. എന്റെ വിശ്വാസം താൻ സംരക്ഷിക്കണം. ഷുവർ സർ. ഈ മനുഷ്യനിത് എവിടെ പോയി കിടക്ക്? അവളോട് ശൃംഗരിച്ചോണ്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. എനിക്കൊരു കയ്യബദ്ധം പറ്റിയ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ലൈസൻസ് ആയല്ലോ. ആരെങ്കിലും ചോദിച്ചാ പറയാലോ സ്വന്തം ഭാര്യയെ താലിയെടുത്ത് കൊടുത്ത് കെട്ടിച്ചതാണെന്ന്. ഇന്നിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. വന്നോ മഹാരാജാവ്? ഇങ്ങോട്ട് കേറി വാ, തരുന്നുണ്ട് ഞാൻ. നീ കിടന്നില്ലായിരുന്നോ? എന്നെ കിടത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ? നിനക്കിത് എന്ത് പറ്റി? നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ഓഫീസിലായിരുന്നു. ഈ നേരം വരെയോ? നിനക്കിപ്പോ എന്തൊക്കെയാ അറിയേണ്ടത്? എല്ലാം അറിയണം. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ? ബുദ്ധിമുട്ട് കാണും. പറയാൻ പാടില്ലാത്തൊക്കെ ആണല്ലോ കയ്യിലിരിപ്പ്. ഞാൻ ഒരെണ്ണം വെച്ചാന്നുണ്ടല്ലോ, ഒന്നാമത്തെ മനുഷ്യനുള്ള ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഭ്രാന്ത് പിടിക്കും. പിടിച്ചില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. രണ്ട് വള്ളത്തിൽ ചവിട്ടുന്നവന് ഭൂമിയിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടില്ലെന്ന് പണ്ട് കവികൾ വരെ പാടിയിട്ടുണ്ട്. അതെ, എനിക്ക് 2 ഭാര്യയുണ്ട്. രണ്ടാമത്തെ ഭാര്യ നിന്റെ സംഭാവനയല്ലേ? അന്ന് എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ച് അത് നിങ്ങൾ മുതലാക്കുവല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മി. മനസ്സിലാവുന്നവർ ഇങ്ങനെയല്ല പെരുമാറുന്നേ. എന്നുവെച്ചാ ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യയാണ് ഞാനെന്നല്ലേ? അവൾക്ക് ഭർത്താവിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ ആദ്യത്തെ അവൻ കളഞ്ഞിട്ട് പോയത്. എടീ, നീ എന്തിനാ ആവശ്യമില്ലാതെ അവളെ കുറിച്ച് പറയുന്നേ? ഓ, അവളെ പറഞ്ഞപ്പോ നൊന്തുവല്ലേ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ? തല്ല് കൊല്ലു. എന്നെ തല്ലി കൊന്നിട്ട് അവളുടെ കൂടെ മാത്രം ജീവിക്കാന്ന് നിങ്ങൾ അവൾക്ക് വാക്കുവല്ലം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഈശ്വര, എന്റെ ഒരു ഗതി. ഇപ്പൊ അതൊക്കെ തോന്നും. എടീ, നീ എനിക്കൊരു ഇത്തിരി മനസ്സമാധാനം തരുമോ? ഈ നേരം വരെ നിങ്ങൾ മനസ്സമാധാനത്തിലായിരുന്നല്ലോ. എനിക്കില്ലാത്ത എന്ത് പ്രത്യേകത അവൾക്കുള്ളത്? അവക്കേ വിവരമുണ്ട്, തിരിച്ചറിവുണ്ട്. ഇതുപോലെ ആണുങ്ങളുടെ തല കയറിയിട്ട് നിരങ്ങില്ല. എന്നാ പിന്നെ അവളുടെ കൂടെ അവിടെ താമസിച്ച പോരായിരുന്നോ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ശരി, ഇനി ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നിനക്ക് സമാധാനം, എനിക്കും സമാധാനം. പോരെ, എന്നാ ശരി. താനിത് എങ്ങോട്ട് പോവാ? അല്ല മുത്തശ്ശി, ഞാൻ
തമാശയും കുസൃതികളൊക്കെ ജീവിതത്തിലാകാം, പക്ഷെ അത് ഇവിടം വരെ ഒന്നും കൊണ്ടെത്തിക്കരുത്. നിങ്ങളുടെ ഇടയിൽ നടക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ പ്രായത്തിന്റെ ഒരു രസമെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവളുടെ സംശയരോഗം, അത് ഇയാളോടുള്ള സ്നേഹ കൂടുതലുകൊണ്ടാണെന്ന് ഞാനങ്ങ് സമാധാനിച്ചു. പക്ഷേ ഇങ്ങനെ പോയാ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഇതിൽ കൂടുതൽ എന്ത് കൈവിട്ട് പോകാനും മുത്തശ്ശി? ഒന്നും കൈവിട്ട് പോയിട്ടില്ല. താൻ അകത്തേക്ക് ചെല്ലേ. മുത്തശ്ശി തൽക്കാലം ഇത് ഇടപെടണ്ട. ഞാൻ ഇടപെടും. ഞാനല്ലാതെ പിന്നെ ആരാ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങളെ കെട്ടിച്ചു തന്നത് ഞാനാണെങ്കിൽ നിങ്ങളുടെ സുഖ ദുഃഖങ്ങളിൽ ഇടപെടാനുള്ള അധികാരവും എനിക്കുണ്ട്. എന്തറിഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുന്നേ? അറിഞ്ഞിടത്തോളമൊക്കെ മതി. ഇനി നിന്റെ ഈ മനോരോഗം കൊണ്ട് നടന്ന ദത്തനല്ല നിന്നെ കൈവെക്കാൻ പോകുന്നത്, ഞാന്. അടിച്ചു നിന്റെ ചെപ്പക്കുറ്റി പൊട്ടിച്ചു കളയും കേട്ടോ. മുത്തശ്ശി മിണ്ടി പോവരുത്. കയറി പൊടിയാകത്ത. നീ ആക്കെന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ ഭാര്യയെ മുത്തശ്ശി. എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എന്റെ ഭാര്യയെ, എന്റെ പഴയ ആമിയെ. എന്താ മുത്തശ്ശിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? പൊന്നു മോനെ, നടക്കില്ല. ഓ ഓ ഓ ഓ. ഞാൻ കാരണം സമാധാനം കൂടി നഷ്ടപ്പെട്ടില്ലേ? ആരും കാരണമല്ല, ഇതെന്റെ വിധിയാ. ആ വിധിക്ക് ഞാൻ കൂടി ഉത്തരവാദിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ വല്ലാത്ത സങ്കടം. അത് ശരി. അപ്പൊ ഇപ്പോഴും അവിടെ ഈ കച്ചവടം നടക്കുന്നുണ്ടല്ലേ? മോളെ വാ. ഓ ഓ ഓ. ഓ, കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നമ്മളെ മുട്ടാനുള്ള ആർത്തിയ. ഈശ്വര, ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും? കുഞ്ഞിനുള്ള ഉമ്മയല്ല, അവൾക്കുള്ള ഉമ്മയാ. ചെന്ന് കൈയോടെ പൊക്കി കരണ നോക്കി ഒന്ന് കൊടുത്താലോ? അല്ലെങ്കിൽ ഇപ്പം വേണ്ട, ഇതെപ്പിടം വരെ പോകുന്നു നോക്കാം. ആദ്യം എവിടെ? മുറിയിലുണ്ട്. ഞാൻ പൂജയോട് എന്തോ ചോദിക്കണമെന്ന് വിചാരിച്ചല്ലോ. എന്ത് ദത്തേട്ടാ? ഉമ്മയായിരിക്കും, വേറെന്താ? ആ ആ, നിങ്ങളുടെ കൂടെ പഠിച്ച ഷാനും സെബാനും ഇല്ലേ? അന്ന് ആക്സിഡന്റ് മരിച്ച എന്താ അവരുടെ മരണത്തെ പറ്റി എന്താ തന്റെ അഭിപ്രായം? എന്തഭിപ്രായം?